വോട്ട് മോഷണമടക്കമുള്ള ദേശീയ വിഷയങ്ങളിൽ നിന്നും സാധാരണക്കാരായ മലയാളികളുടെ ശ്രദ്ധ തിരിക്കാനും CPM-ന് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയെ ഒന്ന് പ്രതിരോധത്തിലാക്കുവാനുമായി കേരളത്തിലെ മാതൃഭൂമി അടക്കമുള്ള പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും ഒരുപോലെ കഴിഞ്ഞ 2 ദിവസമായി ആഘോഷിക്കുന്ന വാർത്തയാണ് ചെന്നൈ ആസ്ഥാനമായ ഒരു വ്യവസായി CPM പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ രഹസ്യ സ്വഭാവമുള്ള പരാതി ചോർന്നു എന്ന വാർത്ത. ഈ പരാതി ഇതേ വ്യവസായിയായ മുഹമ്മദ് ഷർഷാദ് 2 വർഷം മുമ്പ് സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടതാണ് എന്ന് പ്രത്യക്ഷത്തിൽ എല്ലാവർക്കും അറിയാമെന്നിരിക്കെ എങ്ങനെയാണ് ഈ വാർത്ത ചോരുക 2 വർഷത്തിന് ശേഷം എന്ന ചോദ്യം എവിടെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഇന്നത്തെ മാതൃഭൂമി പത്രം തന്നെ ഈ വാർത്തയ്ക്ക് വലിയ പ്രാധാന്യം കഴിഞ്ഞ 2 ദിവസമായി നൽകുന്ന മാതൃഭൂമി പത്രം തന്നെ ഇന്ന് ഒരു മലക്കം മറിച്ചിൽ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 2 ദിവസമായി ഈ പരാതി ചോർത്തിയത് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്ററുടെ മകനാണ് എന്ന് അച്ചുനിരത്തിയ അതേ മാതൃഭൂമി ഇന്നത്തെ വാർത്തയിൽ പറയുന്നത് CPM സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ തിരിച്ചടിയാകുന്ന ഈ പരാതി എന്തിനാണ് അദ്ദേഹം തന്നെ ചോർത്തുക എന്ന സംശയം നിലനിൽക്കുന്നു എന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത CPM ഈ വിഷയത്തിൽ നിയമ നടപടി ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ ഈ പരാതി നൽകിയ വ്യവസായി മുഹമ്മദ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 3 ദിവസത്തിനകം ഉന്നയിച്ച മുഴുവൻ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളും പിൻവലിച്ച് മാപ്പു പറയാൻ തയ്യാറായില്ലെങ്കിൽ കടുത്ത നിയമ നടപടികൾ ഉണ്ടാകുമെന്നാണ് ഈ വക്കീൽ നോട്ടീസിൽ MV ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയിരിക്കുന്നത്. CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായ ഡോക്ടർ തോമസ് ഐസക്കും നിയമ നടപടികളിലേക്ക് കടക്കുകയാണ് എന്ന് വ്യക്തമാക്കിയിരുന്നു. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആവണം മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഇന്ന് നിന്ന നിപ്പിൽ സ്വന്തം വാർത്തകളെ പോലും തെറ്റാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരു മലക്കം മറിച്ചിൽ നടത്തിയത്. 2 വർഷം മുമ്പ് ഒരു വ്യക്തി സ്വന്തം ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തൊരു പരാതി എങ്ങനെയാണ് 2 വർഷത്തിന് ശേഷം രഹസ്യ സ്വഭാവമുള്ളതായി മാറുന്നതും ചോരുന്നതും എന്ന സാമാന്യ യുക്തിയിൽ പിറന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദ് രാജേഷ് കൃഷ്ണയുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം 2 വർഷം മുമ്പത്തെ ഒരു ഫോൺ സംഭാഷണം ഇപ്പോൾ വീണ്ടും വലിയ തോതിൽ വൈറലാവുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രസക്ത ഭാഗം നമുക്കൊന്ന് കേട്ടു നോക്കാം. എനിക്കൊന്ന് കാണണമായിരുന്നല്ലോ. നമ്മളത് കാണേണ്ട കാര്യമില്ല ഷർഷാദ്. ഞാൻ നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ലല്ലോ. നമ്മൾ വേറെ വഴിക്ക് പോകുന്നല്ലോ. നല്ല അല്ല, ഒരു ചാൻസ് പ്ലീസ്. അല്ല, നമ്മളതല്ല അങ്ങനെ കാണേണ്ട കാര്യമുണ്ടോ? ഞാൻ വേറെ ഒന്നും കൊണ്ട് പറയല്ല. നിങ്ങൾ ചെയ്യാവുന്ന ദ്രോഹമല്ല എനിക്ക് ചെയ്തിട്ട് പറയാവുന്ന കാര്യങ്ങളല്ല എനിക്കെതിരെ പറഞ്ഞിട്ട് എനിക്കൊന്ന് കാണണമായിരുന്നു. അത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. അത് അല്ല, നമ്മൾ ഒരിക്കൽ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? ഷർഷാദ് ഇങ്ങനെ കാലിൽ പിടിച്ചു വന്നിട്ട് എന്നെ ബാംഗ്ലൂർ കണ്ടതാ, ഓർക്കുന്നുണ്ടോ? അതെ, പക്ഷേ അതല്ലല്ലോ ഇന്നത്തെ സിറ്റുവേഷൻ. അല്ല, ഇന്നത്തെ ഞാനിപ്പോ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് മാറുന്ന ആളല്ല. ഞാൻ അന്നും ഇന്നും ഒരുപോലെയാണ്. ഞാൻ ഷർഷാദിന്റെ വഴിയിൽ വന്നിട്ടില്ല. ഷർഷാദ് എന്നെ ഹെൽപ്പ് ചെയ്യാവുന്നതിനെ മാക്സിമം ജോയിൻ ചെയ്തു. അതിനെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അതൊന്നും ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല. ഓക്കെ, എന്തോ ഒരു ദൈവമോശം കൊണ്ട് എന്തോ സംഭവിച്ചു. ഓക്കെ, അതിപ്പം എല്ലാവരുടെ ലൈഫിൽ ഓരോ പ്രശ്നങ്ങൾ കയറി വരും. അല്ല, എല്ലാവരുടെയും ലൈഫിൽ വരും. പക്ഷെ എന്നെ വേട്ടയാടാൻ വേണ്ടി ഞാൻ ആർക്കും അനുവാദം കൊടുത്തിട്ടില്ലല്ലോ ഷർഷാദ്. ഉണ്ടോ? അതെ രാജേഷ്, ഞാനിപ്പോ അത് കണ്ടു കഴിഞ്ഞാൽ തീരുന്ന ഒരു പ്രശ്നമേ ഉള്ളൂ നമ്മൾ തമ്മിൽ. അല്ല, കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല പെരുമാറുന്നത്. കഴിഞ്ഞ അവിടെ കണ്ടപ്പോഴും നിങ്ങളുടെ അടുത്ത് ഞാനാണ് വന്ന് സംസാരിച്ചത് ആണല്ലോ ഷർഷാദ്. എന്താ പ്രശ്നം? ശേഷം കുറെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി. എനിക്കൊന്ന് കാണണം, അത്രേ. അല്ല, മനസ്സിലാക്കി ഇൻ ദ സെൻസ് എന്ത് മനസ്സിലാക്കി? നിങ്ങൾക്ക് പറയാനുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ ലോജിക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാണാം. അല്ല, മനസ്സിലാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത്ര തെറ്റ്, എന്റെ ഭാഗത്തും തെറ്റുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. ഓക്കെ, അന്നത്തെ എന്റെ മെന്റാലിറ്റി സിറ്റുവേഷൻ അതായിരുന്നു. അത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾ എനിക്കെതിരെ പണിയാവുന്ന എല്ലാ പണിയും ചെയ്തു. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകളും എല്ലാത്തിനും കോപ്പി എന്തെങ്കിലും ഉണ്ട്. ശേഷം അതെ, ഞാൻ ഒറ്റ കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേര് ചില ഘട്ടങ്ങളിലായി എന്റെ ബിസിനസ് തകർക്കാനും എന്റെ ബിസിനസ് പൊളിക്കാനും മാക്സിമം ട്രൈ ചെയ്തു. ശരിയാണോ അല്ലയോ? അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെന്നൈയിൽ ഞാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ചെന്നൈയിൽ എടുത്താലില്ല. നിങ്ങൾ എനിക്കെതിരെ അയച്ച മെയിലുകൾ, എനിക്കെതിരെ അയച്ച പല സാധനങ്ങൾ എല്ലാം നല്ല ഞാൻ പറഞ്ഞത്, അതിൽ പലതും എന്റെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾ ഒന്നും ചെയ്തില്ല എന്ന് മാത്രം എന്റെ അടുത്ത് പറയില്ല.
അല്ല, ചെയ്തില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ പറഞ്ഞു തെറ്റെന്റെ അടുത്ത് ഉണ്ട്. എനിക്ക് ആ ഒരു സിറ്റുവേഷനിൽ ഞാനിപ്പോ അന്ന് ജയാനന്ദിന്റെ ഹോളിഡേ നോട്ടിൽ കണ്ടിട്ട് കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്നത്തെ ഒരു അവസ്ഥയിൽ ഞാനൊരു കാര്യം ചോദിച്ചില്ല. ജയാനന്ദ് എന്നോട് ചോദിച്ച ഒറ്റ കാര്യമുള്ളൂ, അയാൾ എന്നെ കാണാൻ വിളിക്കുന്നുണ്ട്, ഞാൻ പോകുന്നതിന് നിങ്ങൾക്ക് വിരോധമുണ്ടോ? ഞാൻ പറഞ്ഞു എനിക്കൊരു വിരോധമില്ല, നിങ്ങൾ കണ്ടോ. ഞാൻ അതിനകത്ത് അതിന്റെ റിസൾട്ട് എന്താണെന്നുള്ളതോ നിങ്ങൾ എന്ത് സംസാരിച്ചു എന്നുള്ളതോ ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. എനിക്ക് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം അത് എന്നോട് പറയേണ്ടി വല്ല കാര്യമുണ്ട് ഞാനത് പറയും. അതാണ് എന്റെ വിശ്വാസം. അത് ഞങ്ങൾ തമ്മിലുള്ള വിശ്വാസം അതാണ്. അല്ല, ഈ മനുഷ്യന്മാർ തമ്മിൽ പ്രശ്നങ്ങൾ വരും. അത് പ്രശ്നങ്ങൾ പറഞ്ഞു മനുഷ്യന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ചാൻസുകൾ പലത് തന്നു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ വന്ന് സംസാരിച്ചു. നിങ്ങളുടെ അടുത്ത് ഞാൻ തന്നെ പറഞ്ഞു എനിക്കിതിനകത്ത് ഒരു റോളും ഇല്ല നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളിൽ. നിങ്ങൾ എനിക്കെതിരെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പല പ്രമുഖരുടെയും പടം വെച്ചിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. നിങ്ങൾ പറ, എന്റെ അറിവിൽ നിങ്ങളാ ചെയ്തേ, അതിനറിയാം. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? അല്ല, അതൊക്കെയാണ് അത് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പൊ അതിനാണ് ഞാൻ നിങ്ങളൊന്ന് കാണണമെന്ന് പറയുന്നത്. അത്രയേ ഉള്ളൂ. അല്ല, നിങ്ങൾക്ക് എന്ത് കാര്യങ്ങളാണ് സംസാരിക്കാനുള്ള ബേസിക് കാര്യങ്ങൾ സംസാരിക്കും. അത് എനിക്ക് ഓക്കെ ആണെങ്കിൽ കാണാം, എനിക്കില്ലെങ്കിൽ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എനിക്ക് എന്റെ നെഗറ്റീവ് എനർജി ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വളരെ സ്വസ്ഥമായി സന്തോഷമായി ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ. ഈ ഫോൺ റെക്കോർഡിംഗ് തെളിയിക്കുന്നത് മുഹമ്മദ് ഷർഷാദ് ഉന്നയിച്ച മുഴുവൻ ആരോപണങ്ങളും അടിസ്ഥാനരഹിതമാണ് എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് മറച്ചുപിടിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് തന്നെയാണ്. എന്തായാലും കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾക്ക് വോട്ട് മോഷണത്തെക്കാളും രാജ്യത്ത് നടക്കുന്ന മറ്റ് സംഭവ വികാസങ്ങളെക്കാളും ഒക്കെ പ്രാധാന്യമുള്ളതായി കഴിഞ്ഞ 2 ദിവസം തോന്നിയ വിഷയം ഈ 2 വർഷം മുമ്പ് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത ഈ പരാതിയാണ് എന്നത് മാധ്യമങ്ങളുടെ നയം എന്താണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരികയാണ്. ലൈഫ് മിഷൻ പദ്ധതിക്കെതിരെ ഉൾപ്പെടെ ഉയർത്തിയ എല്ലാ ആരോപണങ്ങളും, കരുവന്നൂർ അടക്കമുള്ള മുഴുവൻ ആരോപണങ്ങളും പൊളിഞ്ഞു നിൽക്കുന്ന ഈ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവന്ന് CPM-നെ പ്രതിരോധത്തിലാക്കുക എന്ന പതിവ് കലാപരിപാടി തന്നെയാണ് മാധ്യമങ്ങൾ ഇവിടെയും പുറത്തെടുത്തിരിക്കുന്നത് എന്നത് വ്യക്തമാണ്. എന്തായാലും നിയമ നടപടി ഭയന്ന് തന്നെ ആകണം മാതൃഭൂമി അടക്കമുള്ള പത്രങ്ങൾ ഇന്നൊരു നിപ്പിലൊരു മലക്കം മറിച്ചിൽ നടത്തിയത്. 2 ദിവസമായി മാതൃഭൂമി അതിൻ്റെ മുൻ പേജിൽ നൽകിയിരുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട വാർത്തകൾ അസംബന്ധമാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇന്ന് മാതൃഭൂമി അകത്ത പേജിൽ നൽകിയ വാർത്ത എന്നത് എടുത്തു പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും CPM-നെതിരെ ഉയർന്നു വന്ന മറ്റൊരു വ്യാജ വാർത്ത കൂടി ഇവിടെ പൊളിഞ്ഞടുങ്ങുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു.